റമദാൻ വന്നപ്പോ മദീന പള്ളിക്ക് ചുറ്റും ചില കനാദീലുകൾ, കൊച്ചു കൊച്ചു വിളക്കുകൾ തൂക്കിവെച്ച് മദീന പള്ളി അലങ്കരിച്ചു കൊടുത്തപ്പോഴാണ് അലിയാരെ, അല്ലാഹു നിങ്ങളുടെ ഖബറും നിങ്ങളുടെ പരലോകവും നവ്വറല്ലാഹു ഖൽബക്, നിങ്ങളുടെ ഹൃദയവും അല്ലാഹു ഈ പ്രകാശം നിങ്ങൾ മസ്ജിദിന് വേണ്ടി കൊടുത്ത പോലെ നിങ്ങളുടെ ഖൽബിനെ അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ എന്ന് പുണ്യനബി അലി തങ്ങൾക്ക് ദുആ ചെയ്തു കൊടുക്കുകയാണ്. മസ്ജിദിലെ വെളിച്ചത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മൈമൂന ബീവി റളിയല്ലാഹു അൻഹ, ഹബീബായ നബി തങ്ങൾ മസ്ജിദുൽ അഖ്സയുടെ, അത് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഉപ്പ തുടങ്ങി വെച്ച് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം പൂർത്തിയാക്കിയ അൽ ഹൈക്കലു സുലൈമാനി എന്ന ചരിത്രം പറയുന്ന അൽ മസ്ജിദുൽ അഖ്സയാണ്. അൽ മസ്ജിദുൽ അഖ്സ ജെറൂസലേമിലെ ബൈത്തുൽ മഖ്ദസ്, ഖുദ്സിൽ കിടക്കുന്ന ബൈത്തുൽ മുഖദ്ദസിന്റെ മഹത്വങ്ങൾ നിബിധങ്ങൾ പറയുകയും അവിടെ വെച്ച് ആരെങ്കിലും ഇഹ്റാം ചെയ്ത് അവിടെ നിന്ന് ഉംറക്ക് നിയ്യത്ത് ചെയ്തുകൊണ്ട് ആരെങ്കിലും ഉംറ നിർവഹിച്ചു പോയാൽ അവർക്ക് അല്ലാഹു നൽകുന്ന വലിയ പ്രതിഫലം സ്വർഗമാണ് എന്ന് നിബിധങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ മഹദിയായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ മൈമൂന ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ, എനിക്കങ്ങോട്ട് പോവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന്